CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് പിന്തുണ നൽകാൻ MV ഗോവിന്ദൻ വിഭാഗത്തിന്റെ നീക്കം. മുഖ്യമന്ത്രി പിണറായി വിജയന് അനഭിമതനായ MA ബേബി ജനറൽ സെക്രട്ടറി ആയാൽ അത് വലിയ മാറ്റം പാർട്ടിയിൽ ഉണ്ടാക്കുമെന്നാണ് പിണറായി വിരുദ്ധ ചേരി കരുതുന്നത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തോടെ CPM കേരള ഘടകത്തിൽ പാർട്ടി പിടിക്കുന്നതിന് പുത്തൻ ഫോർമുലകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. പിണറായി വിജയനും മുഹമ്മദ് റിയാസും ചേർന്നുള്ള സർവാധിപത്യ സമീപനം ഇനി വെച്ചുപൊറുപ്പിക്കേണ്ടതില്ലെന്ന ചിന്ത മന്ത്രിസഭയിൽ തന്നെ ഭൂരിപക്ഷം പേരിലും ഉയർന്നിരുന്നു. ഇതിന്റെ പ്രതിഫലനമായി തന്നെയാണ് പിണറായിയുടെ വിശ്വസ്തർക്കെതിരായ നീക്കങ്ങളും മുഖ്യമന്ത്രിയുടെ നയസമീപനങ്ങൾക്കെതിരായ വിമർശനങ്ങളും പാർട്ടി വേദികളിൽ മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിൽ സജീവമായത്. CPM ബ്രാഞ്ച് സമ്മേളനങ്ങളിലും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ ആരോപണങ്ങൾ ശക്തമായിരിക്കുകയാണ്. പാർട്ടിയിൽ ആധിപത്യമുറപ്പിക്കാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കൂട്ടർക്കും മുമ്പിൽ പുതിയ വഴി തുറന്നിരിക്കുന്നത്. CPM ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയായി വൃന്ദ കാരാട്ടോ മാണിക് സർക്കാരോ വന്നാലും പാർട്ടി കോൺഗ്രസിലൂടെ MA ബേബിയെ ജനറൽ സെക്രട്ടറിയാക്കാനുള്ള നീക്കമാണ് ഗോവിന്ദനും കൂട്ടരും നടത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ ഗോവിന്ദന്റെ നീക്കത്തിന് ഒപ്പം നിൽക്കുന്നവരാവും കൂടുതലെന്നാണ് പ്രതീക്ഷ. KN ബാലഗോപാൽ, P രാജീവ്, KK ശൈലജ, K രാധാകൃഷ്ണൻ, CS സുജാത, P സതീദേവി, MB രാജേഷ്, AN ഷംസീർ തുടങ്ങിയവരൊക്കെ MA ബേബിക്കൊപ്പം നിലകൊള്ളുമെന്നാണ് സൂചന. ആക്ടിംഗ് സെക്രട്ടറിയായും ബേബിയെ തന്നെ നിയോഗിക്കണമെന്ന അഭിപ്രായമാണ് ഗോവിന്ദൻ പക്ഷത്തിനുള്ളത്. MA ബേബി ജനറൽ സെക്രട്ടറി ആയാൽ CPM സംസ്ഥാന നേതൃത്വത്തിന് ബേബിയിൽ നിന്ന് കിട്ടുന്ന പിന്തുണ കൂടി മുതലാക്കി പിണറായി യുഗത്തിന് പാർട്ടിയിൽ അറുതി വരുത്താമെന്നതാണ് എതിർചേരിയുടെ കണക്കുകൂട്ടൽ. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.